ഒരു നിമിഷം ഒച്ച ഉയർത്തിക്കൊണ്ട് ഫ്രാങ്കിസ് പുറത്തേക്കോടി. തന്റെ പ്രിയപ്പെട്ട കുതിരകൾക്ക് അടുത്തെത്തിയ അയാൾ അമ്പരപ്പിക്കുന്ന ആ കാഴ്ച കണ്ടു. ഒരു മിന്നായം പോലെ അരയാൾ പൊക്കമുള്ള സത്രത്തിന്റെ വേലിക്കെട്ട് ചാടി മറയുന്ന വലിയൊരു കറുത്ത ചെന്നായ. ഞൊടിയിടകൊണ്ട് ആ ജന്തു ഓടി കുറ്റിക്കാടിനുള്ളിൽ മറയുകയും ചെയ്തു. ഈ സമയം ജെറിയും വൃദ്ധനും ഭാര്യയും കാര്യമറിയാനായി സത്രത്തിന് വെളിയിലേക്കെത്തി. ഷോ, വന്നു ഇവറ്റകൾ പകൽ നേരത്തും ഇവിടെയൊക്കെ എത്താൻ തുടങ്ങിയോ? നശിച്ച ജന്തുക്കൾ, ഫ്രാങ്കിസ് ആരോടൊന്നില്ലാതെ ഉച്ചത്തിൽ പറഞ്ഞു. ഒപ്പം തന്റെ കുതിരകളുടെ മേൽ തടവി അവയെ ശാന്തരാക്കാൻ ശ്രമിച്ചു. ചെന്നായ ഓടി മറഞ്ഞതോടെ കുതിരകൾ ഒരുവിധം ശാന്തരായി നിന്ന് ചെനച്ചുകൊണ്ടിരുന്നു. പകൽ നേരത്ത് ഇതുപോലൊന്നിനെ ഇക്കണ്ട കാലത്തിനുള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മുറ്റത്ത് ചെന്നായ വന്ന വിവരം പെട്രോസ്കിയെ ധരിപ്പിച്ചുകൊണ്ട് ഫ്രാങ്കിസ് പറഞ്ഞു. ചെന്നായയോ? ജെറിക്ക് പെട്ടെന്ന് തലേ രാത്രിയിൽ താൻ കണ്ട ദൃശ്യം ഒരിക്കൽ കൂടി മനസ്സിലേക്ക് ഓടിയെത്തി. അപ്പോ ഇതിനെ തന്നെയാവും താൻ ഇന്നലെ കണ്ടത്. ജെറിക്ക് ഉറപ്പായി. ഞാൻ പറഞ്ഞില്ലേ, ഒരുപക്ഷെ ഇതിനെയായിരിക്കും ഞാൻ കണ്ടത്, ജെറി തിരിഞ്ഞ് പെട്രോസ്കിയോട് പറഞ്ഞു. ദമ്പതികളുടെ മുഖത്ത് അത് കൂടുതൽ അമ്പരപ്പ് സൃഷ്ടിച്ചു. വീണ്ടും അല്പനേരത്തേക്ക് പടർന്ന മൗനം മുറിച്ചത് ഫ്രാങ്കിസ് തന്നെയായിരുന്നു. ഇനിയും പുറപ്പെട്ടില്ലെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പ് തിരികെ എത്താൻ പ്രയാസമാണ്. നേരം വൈകുന്നതോടെ മഞ്ഞുവീഴ്ച കനക്കും. കോടമഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ വഴി തിരിയാതെ യാത്ര ദുഷ്കരമാകും, അയാൾ ഓർമ്മപ്പെടുത്തി. ശരിയാണ്, ഇനി ഒട്ടും താമസിക്കണ്ട, പെട്രോസ്കിയും പറഞ്ഞു. ജെറി തലകുലുക്കിക്കൊണ്ട് ഫ്രാങ്കിസ് തുറന്നുവെച്ച വാതിലിലൂടെ കുതിരവണ്ടിക്കുള്ളിലേക്ക് കയറിയിരുന്നു. പെട്രോസ്കി ആകട്ടെ ഫ്രാങ്കിസിനോട് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ഒടുവിൽ വണ്ടിക്ക് സമീപമെത്തി ജനാലയിലൂടെ തലയിട്ട് വൃദ്ധൻ പറഞ്ഞു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇന്നിനി അധികം ഉള്ളിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കരുത്. ഫ്രാങ്കിസ് പറയുന്നതനുസരിച്ച് മാത്രമേ എന്തും ചെയ്യാവൂ. അയാൾക്കാണെങ്കിൽ കൈവെള്ളയിലെ രേഖകൾ പോലെ പരിചിതമാണ് ഈ സ്ഥലങ്ങളൊക്കെ. ശുഭയാത്ര. അത്രയും പറഞ്ഞിട്ട് പെട്രോസ്കി പിന്മാറിയതോടെ മുന്നോട്ടൊന്ന് കുതിച്ചു ചാടി കുതിരവണ്ടി സത്രത്തിന്റെ പരിസരം വിട്ട് യാത്ര തുടങ്ങി. പകൽ വെളിച്ചത്തിൽ ജെറി ആദ്യമായിട്ടാണ് പുറം കാഴ്ചകൾ കാണുന്നത്. ഇരുവശങ്ങളിലും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന പൈൻമരങ്ങൾ, അതിനു നടുവിലൂടെ നീണ്ടുകിടക്കുന്ന ഗ്രാമപാത, ഒരാൾ പൊക്കത്തോളം തിങ്ങി നിറഞ്ഞ് വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകൾ. ചെമ്മൺ പാതയിലൂടെ ചിരപരിചിതമെന്നവണ്ണം കുതിരകൾ മുന്നോട്ടോടിക്കൊണ്ടിരുന്നു. ചില നേരങ്ങളിൽ ഇടുങ്ങിയ പാത വിശാലമായ പുൽമൈതാനങ്ങളിലേക്ക് കടക്കും. അത്തരം തുറന്ന പ്രദേശങ്ങളിൽ എത്തുമ്പോൾ അകലെ ഒരു വലിയ അതിർത്തി മതിൽ പോലെ കാർപ്പാത്യൻ മലനിരകൾ അങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് കാണാം. കോടമഞ്ഞിൽ മൂടി ഒട്ടൊരു അവ്യക്തമായി കാണാവുന്ന മലമുടക്കുകളുടെ ദൃശ്യം വർണ്ണനാതീതമാണ്. പച്ച പുതച്ച താഴ്വരകൾക്ക് മുകളിൽ ഗാംഭീര്യത്തോടെ നിലകൊള്ളുന്ന ഗിരിശൃംഗങ്ങളെ ജെറി കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് വീണ്ടും പാത ഇടുങ്ങിയതാവും, കാഴ്ചകൾ മറയുകയും ചെയ്യും. ഏതാണ്ട് അരമണിക്കൂർ അങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോൾ കുതിരകളുടെ വേഗത കുറഞ്ഞു വന്നു. ജെറി ജാലകത്തിലൂടെ നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു താഴ്വരയിലാണ് എത്തപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടു. അവിടെ റോഡിനു കുറുകെ ശക്തിയായി ഒഴുകുന്ന ഒരു പുഴ, അത് കടക്കാൻ ഒരു പാലവും. ഇനി പാലം കടന്നു വേണം യാത്ര തുടരാൻ. ഫ്രാങ്കിസ് കുതിരവണ്ടി നിർത്തിയിട്ട് വാതിൽ തുറന്നുകൊടുത്തു. ജെറി പുറത്തേക്കിറങ്ങി. അത്യാവശ്യം നല്ല തണുപ്പുണ്ടെങ്കിലും വെളിച്ചത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ചുറ്റും നോക്കിയപ്പോൾ ഭൂമിയിലെ ഏതോ സ്വർഗത്തിലാണ് താനെന്ന് അയാൾക്ക് തോന്നി. ഇത്ര സുന്ദരമായ പ്രദേശങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് പോലും ജെറി അതിശയിച്ചുപോയി. അങ്ങിങ്ങ് സാമാന്യം വലിയ കൃഷിയിടങ്ങൾക്ക് നടുവിൽ കാണപ്പെടുന്ന ഒറ്റപ്പെട്ട മരവീടുകൾ, അവയുടെ മുകളിലെ നീളം ചിമ്മിനിയിൽ നിന്നുയരുന്ന വെളുത്ത പുക പുറത്തെ മഞ്ഞിലേക്ക് ലയിച്ചു ചേരുന്ന കാഴ്ച ജെറിയെ ആകർഷിച്ചു. ജെറി പോക്കറ്റിൽ നിന്നൊരു ചുരുട്ടെടുത്ത് ഫ്രാങ്കിസിന് നൽകി. എന്തോ ഒരു അപൂർവ സമ്മാനം കിട്ടിയ കൊച്ചുകുട്ടിയെപ്പോലെ ഭവ്യതയുടെ കൈനീട്ടി അയാളത് വാങ്ങി. സത്യത്തിൽ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങിയ വില കൂടിയ ഹവാന ചുരുട്ടുകളായിരുന്നു ജെറിയുടെ കയ്യിലുണ്ടായിരുന്നത്. സ്വർണ്ണവർണ്ണത്തിലുള്ള അതിന്റെ വിശേഷപ്പെട്ട റാപ്പർ ഊരി മാറ്റിയപ്പോൾ തന്നെ മുന്തിയതരം ക്യൂബൻ പുകയിലയുടെ അവാജ്യമായ ഗന്ധം അനുഭവപ്പെട്ടു. അല്പനേരം ചുരുട്ട് പുകച്ച് ചുറ്റിലുമുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ജെറി പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലേക്ക് കയറി. ചെറുതെങ്കിലും മധ്യകാല യൂറോപ്പിനെ അനുസ്മരിപ്പിക്കും വിധം മനോഹരമായി നിർമ്മിച്ചതായിരുന്നു ആ പാലം. കരിങ്കല്ലും തടിയും കൊണ്ട് നിർമ്മിച്ച പാലത്തിന് വീതി നന്നേ കുറവായിരുന്നുവെങ്കിലും അതിന്റെ നിർമ്മാണ രീതി ജെറിയെ വളരെ ആകർഷിച്ചു. അടിഭാഗം കമാനാകൃതിയിൽ കരിങ്കല്ലിൽ കെട്ടിയെടുത്ത പാലത്തിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും തടിയിൽ തീർത്തതായിരുന്നു. ഇരുവശങ്ങളിലും കാലപ്പഴക്കം കൊണ്ട് തുരുമ്പെടുത്ത ഏതാനും തൂക്കുവിളക്കുകൾ തടിത്തൂണുകളിൽ സ്ഥാപിച്ചിരുന്നു. ജെറി പാലത്തിന്റെ ഒത്ത നടുവിലെത്തിയിട്ട് പുഴയിലേക്ക് നോക്കി. വളരെ ശക്തിയായി ഒഴുകുന്ന പുഴയിലെ ജലം വലിയ പാറക്കല്ലുകളിൽ വന്ന് അലച്ചു തല്ലി ഹൂങ്കാരവം മുഴക്കിക്കൊണ്ട് ഒഴുകുകയാണ്. പതഞ്ഞൊഴുകുന്ന പുഴവെള്ളത്തിന്റെ തണുപ്പിന്റെ കാഠിന്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജെറി മറുകരയിലേക്ക് നടന്നു. ഫ്രാങ്കിസ് കുതിരകളെയും നടത്തി സാവധാനം പിന്നാലെ തന്നെയുണ്ട്. പാലത്തിനക്കരെ നിന്ന് മുന്നോട്ടുള്ള പാത കയറ്റമാണെന്ന് ജെറി കണ്ടു.
വളഞ്ഞു പൊളഞ്ഞു മുകളിലേക്ക് പോകുന്ന പ്രധാന പാതയുടെ തട്ടുകൾ മരങ്ങൾക്കിടയിലൂടെ മുകളിലേക്ക് കാണാമായിരുന്നു. ജെറി റോഡിലെത്തിയപ്പോഴേക്കും കുതിരവണ്ടി തുടർ യാത്രയ്ക്ക് സജ്ജമായിരുന്നു. ഇത്തരം വഴികളിലൂടെ കുതിരകൾക്കല്ലാതെ സഞ്ചരിക്കാനാവില്ലെന്ന് ജെറിക്ക് തോന്നി. വണ്ടി ജെറിയെയും കയറ്റി വീണ്ടും മുന്നോട്ട് കുതിച്ചു. ശരിയാണ്, ചെങ്കുത്തായ കയറ്റമാണ് കുതിരകളെ കാത്തിരുന്നത്. ഇത്തവണ വണ്ടിക്ക് വല്ലാത്ത കുലുക്കം അനുഭവപ്പെട്ടു. മണ്ണിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് കുതിരവണ്ടിയുടെ ചക്രങ്ങൾ ഉരുളുന്നു. അത്തരത്തിൽ യാത്ര തുടരവേ ഒരു വളവ് തിരിയുന്നിടത്ത് ഫ്രാങ്കിസ് പെട്ടെന്ന് കുതിരകളെ നിയന്ത്രിച്ച് സാവധാനത്തിലാക്കി. ജെറി മുൻവശത്തെ കിളിവാതിലൂടെ മുന്നോട്ട് നോക്കിയപ്പോൾ അല്പമകലെ ഒരു കുതിരവണ്ടിയും 3-4 പേരെയും കണ്ടു. എല്ലാവരും പുറത്തിറങ്ങി തങ്ങളുടെ വണ്ടി വരുന്നത് ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഫ്രാങ്കിസ് കുറച്ചുകൂടി മുന്നോട്ട് എന്നിട്ട് വണ്ടി നിർത്തി ഇറങ്ങി അവർക്കരികിലേക്ക് ചെന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് ജെറി മനസ്സിൽ കുറിച്ചു. നാട്ടുകാരനായ കുതിരവണ്ടിക്കാരനെ കൂടാതെ 2 പുരുഷന്മാരും ഒരു യുവതിയുമാണ് വഴിയരികിൽ നിൽക്കുന്നത്. ജെറിയും കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നു. വണ്ടിക്കെന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. തങ്ങൾ സഞ്ചരിക്കുന്ന അതേ ദിശയിലേക്ക് തന്നെയാണ് ആ വണ്ടിയും കിടന്നിരുന്നത്. ജെറി അല്പം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ കുതിരവണ്ടിയുടെ ഇടത്തെ ചക്രത്തിൽ പൊതിഞ്ഞിരുന്ന ഇരുമ്പ് പട്ട പൊട്ടി വേർപെട്ട് കിടക്കുന്നതായി കണ്ടു. ജെറി യാത്രക്കാരെ നോക്കിയപ്പോൾ അവരുടെ മുഖമാവട്ടെ മ്ലാനമായിരുന്നു. എങ്കിലും മറ്റൊരു വണ്ടി കണ്ടതിന്റെ ആശ്വാസം അവരുടെ കണ്ണുകളിൽ കാണാമായിരുന്നു. കുതിരവണ്ടിക്കാർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കെ ഏകദേശം 50 വയസ്സിനോടടുത്ത് പ്രായം തോന്നിച്ച ഒരു യാത്രികൻ ജെറിയെ നോക്കി അഭിവാദ്യം ചെയ്തിട്ട് നടന്നടുത്തേക്ക് വന്നു. ജെറിയും കൈകൊടുത്ത് പ്രത്യാഭിവാദ്യം ചെയ്തു. ആഗതന്റെ മുഖത്ത് എന്തോ പറയാൻ വെമ്പുന്നതിന്റെ ഭാവമായിരുന്നു. എന്തുപറ്റി? ജെറി ചോദിച്ചു. അപ്പോഴാണ് ഏറെ നേരമായി തങ്ങൾ ഈ വഴിയരികിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന വിവരം അയാൾ പറഞ്ഞത്. രാവിലെ തന്നെ സ്ഥലങ്ങൾ കാണാൻ യാത്ര തിരിച്ചതാണ് മൂവർ സംഘം. നിർഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ? ആ മനുഷ്യൻ പരിതപിച്ചു. ഞാൻ ഹെൻറി ഓസ്റ്റിൻ, ഫ്രാൻസിൽ നിന്നാണ്. കൂടെയുള്ളവർ ജർമ്മൻകാരാണ്, ആർതറും കാതറീനും, അയാൾ വെളിപ്പെടുത്തി. ജെറിയും സ്വയം പരിചയപ്പെടുത്തി. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷണ്ണരായി നിൽക്കുകയാണ് തങ്ങളെന്നും മുന്നോട്ട് യാത്ര തുടരാൻ നിർവാഹമില്ലെന്നും കുതിരക്കാരൻ പറഞ്ഞതായും ഹെൻറി അറിയിച്ചു. ജെറിക്ക് അവരോട് മനുഷ്യസഹജമായ സഹതാപം തോന്നി. പാവങ്ങൾ, ഇനി എന്ത് ചെയ്യാനാണ്? സത്യത്തിൽ അവർ സഞ്ചരിച്ചിരുന്ന കുതിരവണ്ടിയേക്കാൾ വലിപ്പമുള്ളതാണ് ഫ്രാങ്കിസിന്റേത്. അതിൽ 4-5 ആൾക്കാർക്ക് സുഖമായി യാത്ര ചെയ്യാനുമാകും. പക്ഷേ ഫ്രാങ്കിസ് അതിന് തയ്യാറാകുമോ എന്നറിയില്ല. അല്ലെങ്കിൽ തന്നെ എപ്രകാരം അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയും എന്നത് ജെറിയെ ആശയക്കുഴപ്പത്തിലാക്കി. തനിക്ക് വിരോധമില്ലെന്നും എന്നാൽ കുതിരക്കാരനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരുമെന്നും ജെറി ഹെൻറിയോട് പറഞ്ഞു. ജെറിയുടെ വാക്കുകൾ ഹെൻറിയെ സന്തോഷഭരിതനാക്കിയെന്ന് അയാളുടെ മുഖഭാവം വ്യക്തമാക്കി. എനിക്ക് അത്യാവശ്യം ഇവിടുത്തെ ഭാഷ വശമുണ്ട്. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ കുതിരക്കാരനുമായി സംസാരിച്ചു നോക്കാം. ഉത്സാഹത്തോടെ അത് പറഞ്ഞിട്ട് ഹെൻറി വേഗം തിരികെ പോയി. അല്പനേരം കുതിരക്കാരുമായി സംസാരിക്കുന്നതും പിന്നീട് തന്നെ ചൂണ്ടി ഹെൻറി എന്തോ പറയുന്നതും ജെറിക്ക് കാണാമായിരുന്നു. ഒടുവിൽ അവർ എന്തോ ഒത്തുതീർപ്പിലെത്തിയെന്ന് തോന്നിയതും മറ്റു 2 പേരെയും കൂട്ടി ഹെൻറി ജെറിക്കരികിലേക്ക് വന്നു. സൗഹൃദഭാവത്തിൽ അവർ ജെറിക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകി. അപ്പോഴേക്കും ഫ്രാങ്കിസ് അവർക്കിടയിലേക്ക് നടന്നു വന്നു. മറ്റു 3 പേരെയും ചൂണ്ടി ഫ്രാങ്കിസ് അനുവാദമുണ്ടോ എന്ന് ആംഗ്യഭാഷയിൽ ജെറിയോട് ചോദിച്ചു. തനിക്ക് സമ്മതമാണെന്ന് കൈ ഉയർത്തി ജെറിയും പറഞ്ഞതോടെ മൂവരും ജെറിക്കൊപ്പം കുതിരവണ്ടിയിലേക്ക് കയറിയിരുന്നു. കേടുപാട് സംഭവിച്ച വണ്ടിയുടെ കുതിരക്കാരനോട് എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഫ്രാങ്കിസ് തന്റെ കുതിരകളെ മുന്നോട്ട് തെളിച്ചു. അധികമായി 3 പേർ കയറിയ ഭാരമൊന്നും വകവയ്ക്കാതെ കരുത്തരായ ആ കുതിരകൾ ഉറച്ച കുളമ്പടികളോടെ അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. ഹെൻറി ജെറിക്കൊപ്പം ഇരിപ്പിടം പങ്കിട്ടപ്പോൾ മറ്റു 2 പേരും അഭിമുഖമായ സീറ്റിലിരുന്നു. ഒരു ദീർഘനിശ്വാസം ഉതിർത്തുകൊണ്ട് ഹെൻറി പറഞ്ഞു, നന്ദി, വലിയ നന്ദി. ജെറി ചെറുതായി മന്ദഹസിച്ചു. മൂവരുടെ മുഖത്ത് വലിയ ആശ്വാസം പ്രകടമായിരുന്നു. ഒരുപക്ഷെ അകപ്പെട്ടു പോയേക്കാമായിരുന്ന ഒരു വിഷമവൃത്തത്തിൽ നിന്ന് കൃത്യസമയത്ത് രക്ഷകനായി താൻ എത്തിയതിന്റെ കൃതാർത്ഥതയും ആ മുഖങ്ങളിലുണ്ടായിരുന്നു. വീണ്ടും ഹെൻറി തന്നെയാണ് സംസാരത്തിന് തുടക്കമിട്ടത്. അദ്ദേഹം ഫ്രാൻസിലെ ആംഗ്ലിക്കൻ സഭയിലെ ഒരു പുരോഹിതനാണെന്നും കൂടെയുള്ളത് ജർമ്മനിയിലെ സർവകലാശാലയിൽ ചരിത്ര ഗവേഷക വിദ്യാർത്ഥികളായ സുഹൃത്തുക്കളാണെന്നും അയാൾ വെളിപ്പെടുത്തി. 1 മാസക്കാലമായി ഹംഗറിയിലും റൊമേനിയയിലുമായി സഞ്ചരിക്കുകയാണെന്നും 2 ദിവസമായി ബ്രാസോവിലെത്തിയിട്ടെന്നും ഹെൻറി അറിയിച്ചു. താനൊരു സ്വകാര്യ കുറ്റാന്വേഷകനാണെന്ന് ജെറി സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ മൂവരിലും ജെറിയോട് പ്രത്യേക മതിപ്പുളവായി. അല്പദൂരം കുതിരവണ്ടി ഓടിയെത്തി നിന്നത് പൊട്ടിപ്പൊളിഞ്ഞ ഒരു കോട്ടയ്ക്ക് മുന്നിലാണ്. അധികമൊന്നും അവശേഷിക്കാത്ത ഒരു കോട്ടയായിരുന്നു അത്. ചുറ്റുമതിലുകൾ തകർന്ന് കാടുകയറിയ നിലയിലായിരുന്നു അതിന്റെ അവസ്ഥയെങ്കിലും പഴയ കാലത്തിന്റെ പ്രതാപം വിളിച്ചോതുന്ന ഒരു നിർമ്മിതി തന്നെയാണ് അതെന്ന് അവർക്ക് തോന്നി. വണ്ടിയിൽ നിന്ന് 4 പേരും പുറത്തിറങ്ങിയപ്പോൾ ഫ്രാങ്കിസ് കുതിരകളെ അടുത്ത് കണ്ട മരത്തിൽ കെട്ടിയ ശേഷം മുന്നോട്ട് നടന്നു. അടർന്നു തുടങ്ങിയ കൽപ്പടവുകളിലൂടെ ശ്രദ്ധാപൂർവം നടന്ന ഫ്രാങ്കിസിനെ പിന്തുടർന്ന് മറ്റുള്ളവരും നീങ്ങി. നീളമേറിയ ഒരു ഇടനാഴി പിന്നിട്ട് പടവുകൾ കയറി കോട്ടയുടെ മട്ടുപ്പാവിൽ എത്തിച്ചേർന്നപ്പോൾ എല്ലാവരും ഒട്ടൊന്നു ക്ഷീണിതരായി. പക്ഷേ അവിടെ നിന്നുള്ള കാഴ്ചകൾ അവരെ ആനന്ദിപ്പിച്ചു.
തണുത്ത കാറ്റിൽ ക്ഷീണം മറന്ന് താഴ്വരയുടെ അപാരമായ കാഴ്ചകൾ അവർ ആസ്വദിച്ചു. ഏത് കാലത്തെയാണെന്നോ ആരുടേതാണെന്നോ അറിയാത്ത ആ കോട്ടഭാഗങ്ങൾ അവർ ചുറ്റി നടന്നു കണ്ടു. 1 മണിക്കൂറോളം അവിടെ ചിലവഴിച്ച ശേഷം സംഘം തിരികെ കുതിരവണ്ടിക്ക് സമീപത്തേക്ക് മടങ്ങി. നിർമ്മാണ രീതി കൊണ്ട് സ്വദേശികളായ ഇടപ്രഭുക്കന്മാരുടേതായിരിക്കാം ആ കോട്ടയെന്ന് അവർ അനുമാനിച്ചു. സാധാരണഗതിയിൽ ഇത്തരം നിർമ്മിതികളിൽ കാണാവുന്ന ലിഖിതങ്ങളൊന്നും അവിടെ കാണുകയുണ്ടായില്ല. ഫ്രാങ്കിസ് മറ്റൊരു ദിശയിലേക്ക് ഇത്തവണ കുതിരകളെ പായിച്ചു. പോകുന്ന വഴിയിൽ ചിലയിടത്ത് പുരാതന കാറ്റാടിയന്ത്രങ്ങൾ കാണാമായിരുന്നു. പഴമ വിളിച്ചോതുന്ന ക്രിസ്ത്യൻ ദേവാലയങ്ങളും അവിടെവിടങ്ങളായി കണ്ടു. അതിലൊന്നിൽ ഫ്രാങ്കിസ് കുതിരവണ്ടി നിർത്തി അവർക്ക് അകത്ത് കയറി കാണാനുള്ള സൗകര്യമൊരുക്കി. നിറങ്ങൾ പതിച്ച ചില്ല് ജാലകങ്ങളാൽ ആകർഷണീയമായ ആ ദേവാലയത്തിന്റെ അൾത്താരയിലെ ക്രൂശിത രൂപത്തിനു മുമ്പിൽ പ്രാർത്ഥിച്ച ശേഷം അവർ യാത്ര തുടർന്നു. ഏതാനും ചില പുരാതന കോട്ടകളും താഴ്വാരങ്ങളും കണ്ടു തീർന്നപ്പോഴേക്കും ഫ്രാങ്കിസ് മടക്കയാത്രയ്ക്ക് സമയമായെന്ന് സൂചിപ്പിച്ചു. മഞ്ഞിന് കനം കൂടി തുടങ്ങിയിരുന്നു. ഇന്നിനി കാഴ്ചകൾ മതിയാക്കാമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും പഴച്ചാറും ഒക്കെ ഏതാണ്ട് തീർന്ന അവസ്ഥയിലായിരുന്നു. ആർതർ കയ്യിൽ കരുതിയിരുന്ന വീര്യം കുറഞ്ഞ മദ്യം ഫ്രാങ്കിസ് അടക്കം എല്ലാവരും അല്പം അകത്താക്കുകയും ചെയ്തിരുന്നു. തിരികെ യാത്ര തുടങ്ങിയപ്പോഴാണ് ജെറി ഹെൻറിയെ തന്റെ കയ്യിലുള്ള അപൂർവമായ ആ പുസ്തകം കാണിച്ചത്. പിന്നെ അതിൽ കാണുന്ന ചരിത്ര പ്രാധാന്യമുള്ള ആ കോട്ടയെക്കുറിച്ചും താഴ്വരയെക്കുറിച്ചും വളരെ വിശദീകരിച്ച് സംസാരിച്ചു. മൂവർക്കും അതൊരു പുതിയ അറിവായിരുന്നു. എങ്കിലും അവർ ഏറെ താല്പര്യത്തോടെ ജെറിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു. ആ കോട്ടയെയും അതിനെ ചുറ്റിപ്പറ്റി താൻ കേട്ടതുമായ കെട്ടുകഥകളെക്കുറിച്ചും ജെറി പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. പിന്നീടുള്ള യാത്രയിൽ ഏറെ സമയവും ജെറിയും മറ്റുള്ളവരും ആ കോട്ടയെ ചുറ്റിപ്പറ്റിയുള്ള സംഭാഷണങ്ങളിൽ മുഴുകി. വളരെ പെട്ടെന്ന് തന്നെ കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നിരുന്നു. എവിടെ നിന്നോ പൊട്ടി വീണതുപോലെ കോടമഞ്ഞിറങ്ങുകയും നേരം 6:30 കഴിഞ്ഞതോടെ തന്നെ പരിസരത്തെ വെളിച്ചം ക്രമേണ ഇരുളിന് വഴിമാറുകയും ചെയ്തിരുന്നു. സത്രത്തിലേക്ക് തിരികെ എത്താൻ ഇനിയും ദൂരമുള്ളതായി ജെറിക്ക് തോന്നി. എന്തായാലും അടുത്ത ദിവസം തന്നെ താൻ മുൻപ് സൂചിപ്പിച്ച കോട്ടയിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണെന്ന് ജെറി പറഞ്ഞപ്പോഴേക്കും ഹെൻറി തനിക്കും ആ യാത്രയിൽ പങ്കാളിയാകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ജെറി ഹെൻറിയെ ഹാർദവുമായി സ്വാഗതം ചെയ്തു. അപ്പോഴേക്കും ആർതറും കാതറിനും തങ്ങളെ കൂടി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. മൂവരുടെയും അതീവ താല്പര്യം ജെറിയെ ഏറെ സന്തുഷ്ടനാക്കി. എങ്കിൽ പിന്നെ ഒന്നിച്ചാകാം യാത്രയെന്ന് ഉറപ്പിച്ച് 4 പേരും കൈകൾ ചേർത്ത് പിടിച്ച് ആഘോഷപൂർവ്വം ചിരിച്ചതും കുതിരവണ്ടി ആരോ പിടിച്ചു നിർത്തിയതുപോലെ വലിയൊരു കുലുക്കത്തോടെ നിന്നതും ഒന്നിച്ചായിരുന്നു. ഫ്രാങ്കിസിന്റെ ഉച്ചത്തിലുള്ള അലർച്ച കൂടി കേട്ടതോടെ എല്ലാവരും ഒരു ഞെട്ടലോടെ വെളിയിലേക്ക് നോക്കി. ഒരു നിമിഷം എല്ലാവരും നടുങ്ങിപ്പോയി. പുറത്തെ ഇരുട്ടിൽ ഒരു കൂട്ടം ചെന്നായ്ക്കൾ കുതിരവണ്ടിയെ വളഞ്ഞു നിന്നുകൊണ്ട് മുരളുകയാണ്. ഏത് നിമിഷവും ആക്രമണത്തിന് തയ്യാറായി നിൽക്കുകയാണ് ആ ക്രൂര ജന്തുക്കൾ. ഫ്രാങ്കിസ് വണ്ടിയിലിടിച്ച് ബഹളമുണ്ടാക്കുന്നതിനിടയിൽ തന്നെ ഒരു വലിയ പന്തത്തിന് തീ കൊളുത്തിയിട്ട് അവയ്ക്ക് നേരെ വീശിക്കൊണ്ടിരുന്നു. തീപ്പന്തം ആളുന്നത് കണ്ട് ആ ജന്തുക്കൾ അല്പം പിന്നോട്ട് മാറിയെങ്കിലും അവിടം വിടാൻ കൂട്ടാക്കാതെ തന്നെ നിന്നു. കുതിരകൾ മുൻകാലുകൾ ഉയർത്തി നിലത്ത് ചവിട്ടുകയും വല്ലാത്ത ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കുതിരകൾ ചാടുന്നതനുസരിച്ച് വണ്ടി ശക്തമായി കുലുങ്ങുന്നുമുണ്ടായിരുന്നു. വണ്ടിക്കുള്ളിൽ ജെറി അടക്കം എല്ലാവരും ശ്വാസം പിടിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. താരതമ്യേന ചെറിയ ഇനം ചെന്നായ്ക്കോട്ടത്തിനിടയിലേക്ക് എവിടെ നിന്നോ ഒരു കറുത്ത വലിയ ചെന്നായ പ്രത്യക്ഷപ്പെട്ടു. അത് മറ്റുള്ളവയെ നോക്കി അതിഭീകരമായ രീതിയിൽ ശബ്ദം പുറപ്പെടുവിച്ചു. കനത്ത ഇരുട്ടിൽ അതിന്റെ ചോരക്കണ്ണുകൾ കണ്ട് എല്ലാവരും നടുങ്ങി വിറച്ചു. ആ ജന്തുവിൽ നിന്ന് പുറപ്പെട്ട ഭീകര ശബ്ദത്തിൽ ചുറ്റുപാടും പ്രകമ്പനം കൊണ്ടു.